എന്താ അകത്തൊരു വഴക്ക്? വീടും കൂടിയായി താമസിക്കുമ്പോ അങ്ങനെ കൊണ്ടായിരുന്നു വരും. ലഡാക്കിൽ മണ്ണകത്തെ കാര്യം ഉണ്ടാണെന്ന് പറ. കൊച്ചളിയും ചെറുപ്പം, ചേട്ടത്തെയും ചെറുപ്പം, കട്ടിലേലിരുന്നെന്നോ കണ്ടെന്നോ ചിരിച്ചെന്നോ എന്തൊക്കെ അമ്മ കണ്ട് ആകെ വിടപെ. അളിയ തല്ലൊന്നും ചെയ്യരുത്, ഒരു നിർത്തിയാച്ചാ മതി കേട്ടോ. തറവാട് കുളം തോണ്ടാൻ ഇനി എന്ത് വേണമെടാ? എനിക്കിതൊന്നും കാണുകയും കേൾക്കുകയും വേണ്ട. ഞാൻ വല്ല വഴിക്ക് ഇറങ്ങി പോക്കളെ. അതിനിപ്പോ എന്തുണ്ടായി? എടാ നാണം കെട്ടവനെ, ഈ നിൽക്കുന്ന മൂത്തയുടെ സംബന്ധക്കാരൻ ആരാടാ? നീയാണോ അതോ ഇവനോ? എനിക്കത് ഇപ്പൊ അറിയണം. എടാ മാധവൻകുട്ടി, ഇങ്ങോട്ട് നീങ്ങി നില്ലടാ. എടാ ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ. ചേട്ടാ ശബ്ദിക്കരുത്. ലക്ഷ്മി ഇങ്ങോട്ട് മാറുന്നില്ലേ? നീങ്ങി നില്ലടി. എടാ ഈ നിൽക്കുന്ന ഇവൾ നിന്റെ ആരാണെന്ന് അറിയാമോ? എടാ അറിയാമോ എന്ന്? അറിയാം. ആരാണ്? ചേട്ടത്തി. അതായത് നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ. അമ്മ ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കേണ്ടവൾ അല്ലേടാ? ചേട്ടാ ഒന്നുകൂടെ പറയടാ, ലക്ഷ്മി നിന്റെ ആരാണെന്ന് പറയടാ. ചേട്ടത്തി. അമ്മേ ഇത് കേട്ടോ? ശാരദേ നീയും കേട്ടല്ലോ. ഇനി കുംഭാന്തനോടും കൂടി പറഞ്ഞേക്ക് ലക്ഷ്മി മാധവൻകുട്ടിയുടെ ചേട്ടത്തിയാണെന്ന്. ചേട്ടാ നീ ഇത്ര മകനാണോടാ? അമ്മേ, അമ്മയ്ക്ക് സ്വന്തം മകനെ അറിഞ്ഞൂടെങ്കിലും എനിക്ക് എന്റെ അനുജനെ അറിയാം. ഈ വയറ്റിലാണ് ഞങ്ങൾ രണ്ടുപേരും കിടന്നത്. നീ പോ അനിയ പോ. ലക്ഷ്മി കരയാതെ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ ലക്ഷ്മി? നിന്നെ തെറ്റിദ്ധരിക്കാൻ എനിക്ക് ഭ്രാന്തുണ്ടോ? കരയാതെ. ആ ഒരു വിശ്വാസമാണ് എന്നെ ജീവിപ്പിക്കുന്നത്.